മുസ്ലിംകൾ ഏക ഇലാഹായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ആരാധന ചെയ്യാൻ പാടില്ല, അവനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇബാദത്തിന് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റ് ഒന്നും ഇല്ല എന്ന ഈ കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ പറയുകയും നാവുകൊണ്ട് ഉച്ചത്തിൽ പറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ രൂഢമൂലമായി കിടക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ. അവരുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. അല്ലാഹുവിനല്ലാതെ ഒന്നും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ ഈ കൈവിരൽ ഇങ്ങനെ പൊക്കിപ്പിടിക്കാൻ കഴിയില്ല, അത് താഴോട്ട് മടക്കാൻ കഴിയില്ല. അല്ലാഹുവിനല്ലാതെ അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ ഒരക്ഷരം ശബ്ദിക്കാൻ നമുക്ക് സാധിക്കില്ല. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ കണ്ടു തിരുമ്പാനും മടക്കാനും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ നമുക്ക് നടക്കാനും ഇരിക്കാനും കഴിയില്ല. അങ്ങനെ അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനത്തെയും പടച്ചവൻ അല്ലാഹു ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെ പടച്ചത്. നിങ്ങളുടെ അരക്കത്തെയും മടക്കത്തെയും പടക്കുന്നവൻ അല്ലാഹുവാണ്. നിങ്ങളെ പ്രവർത്തനം അല്ലാഹുവാണ് പടക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ, അവൻ തരുന്ന കഴിവ് കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് എല്ലാ സമയവും ഉച്ചത്തിൽ പറയുന്ന വിശ്വസിക്കുന്ന മുസ്ലിമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. എന്നിട്ട് ഈ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീകളെയും മുസ്ലിംകളെയും മുശ്രിക്കാക്കാൻ തുടങ്ങിയത് ആരാണ്? ഇവിടുത്തെ ഈ പുത്തൻ പ്രധാനക്കാർ അല്ലേ? അത്തൗഹീദ്. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ മുജാഹിദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അത്തൗഹീദ്. അത്തൗഹീദ് ഏത് തൗഹീദ്? ഏത് തൗഹീദ്? അത്തൗഹീദ്. നമ്മൾ ഈ തൗഹീദല്ല. ഈ അത്തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് തന്നെ അല്ലാഹുവിന്റെ കഴിവിൽ പെട്ടതും സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതും രണ്ട് വിഭാഗമുണ്ട്. അതിൽ അല്ലാഹുവിന്റെ കഴിവിൽ മാത്രം പെട്ടത് അല്ലാഹുവിനോട് ചോദിക്കാം, അത് സൃഷ്ടികളോട് ചോദിച്ചാൽ മുശ്രിക്കായി പോകും എന്ന് സമർത്ഥിക്കാനാണ് ഈ ഗ്രന്ഥം എഴുതിയത് എന്ന്. ഇങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കൂ. അല്ലാഹുവിന്റെ കഴിവിൽപ്പെട്ടത്, മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത്, ഇങ്ങനെ രണ്ടു തരം വിഷയങ്ങളുണ്ട്. അതിൽ മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത് മനുഷ്യനോട് ചോദിക്കാം, അല്ലാഹുവിന്റെ കഴിവിൽ മാത്രമുള്ളത് അല്ലാഹുവിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ. ഇതെത്ര വലിയ ബുദ്ധി ഇല്ലാത്ത വാക്കാണ്, എത്ര വലിയ അർത്ഥമാണ് എന്ന് നിങ്ങൾ നോക്കൂ. ഏതാണ് മനുഷ്യന്റെ കഴിവ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യന് ഒരു കഴിവും ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ കഴിവ് കൂടാതെ മനുഷ്യന് കഴിവ് ഇല്ല. അല്ലാഹു നൽകുന്ന കഴിവാണ് എല്ലാ കഴിവുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിനെ വളഞ്ഞു നിന്ന് മുശ്രിക്കുകളുടെ തലയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് മണ്ണ് വാരി എറിഞ്ഞു. സാധാരണ ഒരു പണിയല്ലേ കൈ കൊണ്ട് മണ്ണ് വാരി എങ്ങനെ എറിയലും. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വമാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹു റമാ. ഓ മുഹമ്മദ് നബിയേ, വമാ റമൈത, തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇത് റമൈത, തങ്ങൾ എറിഞ്ഞപ്പോൾ, വലാകിൻ അല്ലാഹു റമാ, അല്ലാഹു ആണ് എറിഞ്ഞത്. തങ്ങൾ എറിഞ്ഞപ്പോ തങ്ങൾ എറിഞ്ഞിട്ടില്ല, അല്ലാഹു എറിഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു തആല അങ്ങോട്ട് വന്ന് മണ്ണ് വാരി എറിഞ്ഞാണോ അർത്ഥം? അല്ല, ഇത് റമൈത, തങ്ങൾ എറിഞ്ഞപ്പോൾ എന്നാ പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ മണ്ണ് വാരി എറിയാനുള്ള
കൈ പടച്ചത് അല്ലാഹു ആണ്. അതറിയാനുള്ള ഹൃദയം അല്ലാഹുവാണ് തങ്ങൾക്ക് പടച്ചത്. അതറിയാനുള്ള ശക്തി തന്നത് അല്ലാഹു ആണ്. എറിഞ്ഞപ്പോൾ കുഫാറിന്റെ തലയിലെത്തിയത് അല്ലാഹുവിന്റെ കഴിവാണ്. എല്ലാം അല്ലാഹുവിന്റെ കഴിവാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ മണ്ണ് വാരി എറിയുന്ന അതും അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് തന്നെ. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, എല്ലാം അല്ലാഹുവിന്റെ കഴിവാണ്, അല്ലാഹുവിന്റെ കഴിവാണ്. പക്ഷേ ആ കഴിവിൽ പരിധി വെക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല കേട്ടോ. അല്ലാഹുവിന്റെ ഖുദ്റത്ത് അതിൽ പരിധി നിശ്ചയിക്കാൻ ആർക്കും അധികാരമില്ല. ഐക്യരാഷ്ട്രസഭ ചേർന്നുകൊണ്ട് പാസാക്കുകയാണ് അല്ലാഹുവിന്റെ കഴിവ് ഇത്ര മാത്രമേ ആളുകൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. ഇല്ലാത്തത് കൊണ്ടല്ലേ ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞു, അന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅതി ത്വയ്ർ. കളിമണ്ണ് എടുത്ത് അതിനെ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് പക്ഷിയുടെ ആകൃതിയിൽ പടച്ചുണ്ടാക്കുകയും ഫഅൻഫഖു ഫീഹി, അതിൽ ഞാൻ ആത്മാവിനെ ഊതുകയും ചെയ്യും. ഫയകൂനു ത്വയ്റൻ, അപ്പോൾ അത് പക്ഷിയായി പറക്കും. പറക്കും എന്ന് പറഞ്ഞതല്ല, പറപ്പിച്ച് കാണിച്ചു കൊടുത്തു. കളിമണ്ണ് വാരി കുഴച്ചു, അത് പക്ഷിയുടെ ആകൃതിയാക്കി, അതിൽ ആത്മാവിനെ റൂഹിനെ ഇട്ടുകൊടുത്ത്, ജീവൻ ഇട്ടുകൊടുത്ത്, എന്നിട്ട് ആ പക്ഷിയെ പറപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇത് ഈസാ നബി അലൈഹിസ്സലാം ചെയ്തതാണ്. പക്ഷേ ഇതിന്റെ ഒടുവിൽ ഈസാ നബി പറയുന്നു, ബിഇദ്നില്ലാഹ്, ഞാനിത് ചെയ്യുന്നത് അല്ലാഹുവിന്റെ സമ്മതപ്രകാരമാണ്, അല്ലാഹുവിന്റെ കഴിവ് പ്രകാരമാണ് എന്ന്. അപ്പോൾ അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ട് ഒരു വസ്തുവിന് ജീവൻ കൊടുക്കാൻ സാധിക്കും. അന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅതി ത്വയ്ർ ഫഅൻഫഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ. പ്രസവിക്കപ്പെടുമ്പോൾ കാഴ്ചയില്ലാതെ ജനിച്ച കുട്ടി, ആ കുട്ടിയുടെ കണ്ണിന് ഞാൻ സുഖം കൊടുത്ത് കാഴ്ച കൊടുക്കും. വൽ അബ്റസ, ശരീരമാസകലം വെള്ളപ്പാണ്ട് രോഗം പിടിച്ച വെള്ളപ്പാണ്ട് രോഗിയെ ഞാൻ സുഖപ്പെടുത്തി കൊടുക്കും. ഞാൻ സുഖപ്പെടുത്തി കൊടുക്കും. കണ്ണിന് കാഴ്ച ഞാൻ കൊടുക്കും. മരിച്ചവരെ ഞാൻ ഹയാത്താക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ സമ്മതപ്രകാരം, അല്ലാഹു നൽകുന്ന കഴിവ് പ്രകാരം എന്ന് ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. വെല്ലുവിളിയോടെ സൂറത്തുൽ ഖാലത്തിൽ പറഞ്ഞു, ഞാൻ നബിയാണെന്ന് തെളിയിക്കാൻ, ഞാൻ റസൂലാണെന്ന് തെളിയിക്കാൻ ഞാൻ കൊണ്ടുവരുന്ന മുഅ്ജിസത്ത് അതാണ്. ജീവൻ വിട്ടുകൊടുക്കുക, മരിച്ചവരെ ഹയാത്താക്കുക, രോഗം മാറ്റുക. പോരാ, നിങ്ങൾ ഭക്ഷിക്കുന്ന സാധനം, നിങ്ങൾ സൂക്ഷിച്ചു വെച്ച സാധനം, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് നിങ്ങൾ ഭക്ഷിച്ചു വന്നത്? എനിക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഭക്ഷിച്ചത് എന്താണ്? അരിയാണോ, ഗോതമ്പമാണോ, മാംസമാണോ, മത്സ്യമാണോ? ഇതൊന്നും പറയാൻ കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാം ഓരോരുത്തരോടും നീ ഭക്ഷിച്ച സാധനം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ പട്ടിയിൽ എന്താണ് സൂക്ഷിച്ചു വെച്ചത് എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അദൃശ്യമായ, അഗോചരമായ, ഗൈബിയായ സംഭവങ്ങൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഖുർആനാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ സമ്മതപ്രകാരം, അല്ലാഹുവിന്റെ കഴിവ് പ്രകാരം, അല്ലാഹു നൽകുന്ന ശക്തി പ്രകാരം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തി കൂടാതെ, അവൻ തരുന്ന കഴിവ് കൂടാതെ ഇവിടെ ചെറുതും വലുതുമായ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു നൽകുന്ന കഴിവുകൾ അതിൽ പരിധി വെക്കാൻ സാധ്യമല്ല. സൃഷ്ടിക്കുന്ന കഴിവ് വരെ അല്ലാഹു തആല കൊടുത്തു. ജീവനെടുക്കുന്ന കഴിവ് വരെ അല്ലാഹു കൊടുത്തു. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി വരുന്ന കാര്യം ഔലിയാക്കൾ കറാമത്തായി ഇവിടെ കാണിക്കുന്നു. അതാണ് ഗൗസുൽ ആലമിനെ സംബന്ധിച്ച് തകർത്തേന് ജീവൻ മുടിച്ചോവർ, രാഗം കിലേശത്തെ നന്നാക്കി വിട്ടോവർ,
മാലയിൽ പറഞ്ഞത് വെറുതെയല്ല. ചത്തജടത്തിനോട് ജീവൻ എഴുതിയിട്ട് പോകാൻ പറഞ്ഞപ്പോൾ എഴുതിയിട്ട് പോകുന്നു, ജീവൻ ഇട്ട് കൊടുക്കുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കറാമത്താണ്. ലഇൻ സഅലനി ലഅഅതുഹും. അല്ലാഹു തആല തന്നെ വാഗ്ദത്തം ചെയ്തതാണ്, എന്റെ മഹാത്മാക്കളായ ഔലിയാക്കൾ ലഇൻ സഅലനി, എന്നോട് ചോദിച്ചാൽ ലഅഅതുഹു, ഞാനത് കൊടുക്കുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനി, എന്നോട് കാവൽ ചോദിച്ചാൽ ലഉരീദന്നഹു, ഞാൻ കാക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തതാണ്. അതനുസരിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അവൻ കൊടുക്കുകയാണ്. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട് അല്ലാഹു തആലയോട് സത്യം ചെയ്ത് ഒരു കാര്യം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അത് നടപ്പിൽ വരുത്തും. ഇപ്പോൾ മഴ വേണമെന്ന് പറഞ്ഞാൽ അല്ലാഹു മഴ വർഷിപ്പിച്ചു കൊടുക്കും. മഴ വേണ്ടെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല നിർത്തിക്കൊടുക്കും. അങ്ങനെ അല്ലാഹുവിന്റെ അടിമകളിൽ ഉന്നതരായ വ്യക്തികൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ